ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോകുവാണ്. അശ്വിൻ വഴിയരികെ നിർത്തിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് വല്ലാത്ത വിഷമമൊന്നും തോന്നണമെന്നില്ല, കാരണം അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അശ്വിനെ. കാരണം അശ്വിന്റെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ആ ഒരു മീറ്റിംഗ് ക്യാൻസലായി പോയി. അത് മാത്രമല്ല, സുഖമില്ലാത്ത അശ്വിനെ കൊണ്ട് ഭക്ഷണവും കഴിപ്പിച്ചില്ല, കാട്ടൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് വല്ലാത്ത വിഷമം മാറിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന്. അതിനുശേഷം വീട്ടിലെത്തുമ്പോഴാണ് അതിനേക്കാളും വലിയ വിഷമം തങ്കഞ്ചേട്ടൻ പറയണത്. മോളുടെ അച്ഛനും സുഖമില്ലാണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയെന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാതെ ഹോസ്പിറ്റലിലേക്ക്. അവിടെ പോകുമ്പോഴേക്കും അച്ഛന്റെ അവസ്ഥ പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 24 മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൂടി ആകുമ്പോഴേക്കും ശ്രുതി ആകെ തകർന്നു പോകുകയാണ്. കാരണം ശ്രുതിക്ക് ചെറുപ്പത്തിൽ തന്നെ തന്റെ അച്ഛനും അമ്മേനെ നഷ്ടപ്പെട്ടതാണ്. പിന്നീട് തനിക്കുണ്ടായ ഒരു അച്ഛനും അമ്മയാണ് നമ്മുടെ പ്രീതിയുടെ അച്ഛനും, അതായത് ശ്രുതിയുടെ അമ്മയുടെ ചേച്ചിയാണ് പ്രീതിയുടെ അച്ഛനും അമ്മ. അപ്പോ അതുകൊണ്ട് അവരെങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശ്രുതി എന്തായാലും ജീവനോടെ ഇരിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം ശ്രുതി എടുക്കുവാട്ടോ. ആ സമയത്താണ് അശ്വിൻ അവിടെ വരുന്നത്. അശ്വിനെ കെട്ടിപ്പിടിക്കുന്ന സീൻ പ്രൊമോയില് കാണിച്ചത്. അശ്വിനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെക്കുവാണ് അശ്വിന്റെ മുമ്പിൽ. അശ്വിനും വല്ലാത്ത വിഷമം തോന്നൂട്ടോ. കാരണം വെച്ചാൽ ശ്രുതിയുടെ കഥകളൊക്കെ അശ്വിന് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല അശ്വിന്. പക്ഷെ ശ്രുതിനെ ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ അശ്വിൻ ആ സമയത്ത് വിചാരിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ സാലറി കൊടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ശരിക്കും 35,000 രൂപയാണ് ഹോസ്പിറ്റലാവണത്. ശ്രുതി സാലറി മേടിക്കാണ്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും ഡിസ്ചാർജ് ആവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആവും. അതിനുശേഷം ശ്രുതി ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാനായിട്ട് പൈസ തികയില്ല. അപ്പൊ ശ്രുതി എന്താണെന്ന് ചോദിച്ചാൽ നേരെ അശ്വിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ മാസത്തെ സാലറി തരാൻ പറ്റും ചോദിക്കുമ്പോൾ അശ്വിൻ സാലറി ചെക്ക് ഒപ്പിട്ട് കൊടുക്കും. അതിൽ 28,000 രൂപയാണ്. ആ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അയ്യോ സോറി 28,000 രൂപയോ 30,000 രൂപയിലെ സാലറി എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ അശ്വിൻ പറയേണ്ട ടാക്സ് ഒക്കെ പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് ആണെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ ഈ പൈസ ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ബില്ല് അടക്കാൻ വെച്ചിരുന്നത്. അപ്പൊ ടാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സർ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമത്തിലിരിക്കാട്ടോ. ആകെ എണ്ണിപ്പറക്കിയാണ് ശ്രുതി പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ 2,000 രൂപ കുറവാവണത്. അശ്വിനും അതൊരു ബുദ്ധിമുട്ടാവും കേൾക്കുമ്പോൾ. അശ്വിൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. ശ്രുതി എത്ര മുമ്പ് അശ്വിൻ എത്തുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം തന്നെ സെറ്റിൽ ആയിട്ടോ അശ്വിൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ഭാഗങ്ങൾ ഇനി കാണാൻ പറ്റും. പിന്നെ പ്രീതിയുടെ ആകാശിന്റെ വഴക്കൊക്കെ മാറും കേട്ടോ. അവര് ഹോസ്പിറ്റലിൽ വെച്ച് മിണ്ടുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പിണക്കമൊക്കെ മാറുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.